നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിനെ തോൽപ്പിക്കാനാണോ അതോ പണം ഉണ്ടാക്കാനാണോ? ഈ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഈഗോ. ഒറ്റ കാരണം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളാണ്. ഒറ്റ ട്രേഡിൽ ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ കൺമുന്നിൽ കൂടി ഒഴുകിപ്പോയപ്പോ ഞാനൊരു കാര്യം പഠിച്ചു. ട്രേഡിംഗ് എന്നത് ശരിയും തെറ്റും കണ്ടുപിടിക്കുന്നതല്ല, ലാഭവും നഷ്ടവും മാത്രമാണ്. എന്റെ ഈഗോ കാരണം ലക്ഷങ്ങൾ പോയ കഥയാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്താലും അനാലിസിസ് ശരിയാകണം എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരു ബുദ്ധിജീവി ട്രേഡറിൽ നിന്ന് ട്രേഡിങ്ങിനെ എങ്ങനെ ബിസിനസ്സായി കാണുന്ന ഒരാളിലേക്ക് മാറ്റിയെടുക്കാം, എങ്ങനെയാണ് ഞാനത് മാറ്റിയെടുത്തത്, എന്റെ സ്വന്തം അനുഭവത്തിലൂടെ കാണിച്ചു തരാം. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും എങ്ങനെ ഈഗോയെ മറികടന്ന് ലാഭമുണ്ടാക്കുന്ന ഒരു ട്രേഡർ ആകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് പിടികിട്ടും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യമായിട്ട് ഞാനൊരു ബുദ്ധിജീവി ട്രേഡർ ആയിരുന്ന ആ ഒരു ടൈമിനെ പറ്റി പറയാം. എല്ലാവരെയും പോലെ തന്നെ വലിയ പേടി സ്വപ്നമായിട്ടാണ് ഞാൻ ട്രേഡിംഗിലേക്ക് വന്നത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, യൂട്യൂബ് വീഡിയോകൾ കാണും, പുതിയ സ്ട്രാറ്റജികൾ പഠിക്കും, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ, ഇൻഡിക്കേറ്ററുകൾ, ചാർട്ട് പാറ്റേണുകൾ എല്ലാം വിരൽത്തുമ്പിലായിരുന്നു. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം അനാലിസിസ് ചെയ്യും. എനിക്ക് എന്നെ തന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു, കാരണം എന്റെ അനാലിസിസ് തെറ്റില്ല എന്നൊരു അഹങ്കാരം പതിയെ ഉള്ളിൽ വളരാൻ തുടങ്ങി. ഞാൻ എന്നെ തന്നെ ഒരു ബുദ്ധിജീവി ട്രേഡർ അല്ലെങ്കിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള IQ കൂടിയ ഒരു ട്രേഡർ ആയിട്ടാണ് കണ്ടിരുന്നത്. മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകും എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പ്രവചിക്കുന്ന സ്ഥലത്തേക്ക് മാർക്കറ്റ് പോകുന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ഹരം. ഒരു ട്രേഡ് ലാഭത്തിൽ തീരുമ്പോൾ കിട്ടുന്ന പൈസയേക്കാൾ ഞാൻ പറഞ്ഞില്ലേ ഇത് മുകളിലേക്ക് പോകുമെന്ന് എന്ന് മനസ്സിൽ പറയുന്നതിലായിരുന്നു എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നത്. അത് എന്റെ ഈഗോയ്ക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം സുഖം തന്നെയായിരുന്നു. ചെറിയ ചെറിയ ലാഭങ്ങൾ ഈ ഒരു അഹങ്കാരത്തിന് വളമായിട്ട് വരികയും ചെയ്തു. 100 രൂപ കിട്ടിയാൽ പോലും അതെന്റെ ബുദ്ധിയുടെ വിജയമായിട്ട് ഞാൻ ആഘോഷിച്ചു. എന്റെ ഏതെങ്കിലും ഒരു അനാലിസിസ് തെറ്റിപ്പോയാൽ അതെന്റെ ഉറക്കം കെടുത്തും. അതെങ്ങനെ തെറ്റി, എന്റെ കണക്കുകൂട്ടലുകൾ എവിടെയാണ് പിഴച്ചത് എന്ന് ചിന്തിച്ച് ഞാൻ പല രാത്രികളും ഉറങ്ങാതിരുന്നിട്ടുണ്ട്. മാർക്കറ്റ് എന്നോട് വ്യക്തിപരമായിട്ട് ഏതോ ദ്രോഹം ചെയ്തതുപോലെയൊക്കെയാണ് ഞാൻ അതിനെ കണ്ടത്. അവിടെയാണ് തീർച്ചയായിട്ടും എനിക്ക് പിഴച്ചത്. ഞാനൊരു പരീക്ഷ എഴുതുന്നത് പോലെയാണ് ട്രേഡിങ്ങിനെ കണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം എഴുതി 100ൽ 100 മാർക്കും വാങ്ങണം. ചെറിയൊരു ലാഭം കണ്ടാൽ ഞാൻ പെട്ടെന്ന് ട്രേഡ് ക്ലോസ് ചെയ്യും, കാരണം എന്റെ അനാലിസിസ് ശരിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് അത്രമാത്രം മതി. ഒരു ട്രേഡ് നഷ്ടത്തിലേക്ക് പോയാൽ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല, കാരണം എന്റെ ഈഗോ അതിനെ അനുവദിക്കില്ല. മാർക്കറ്റ് തെറ്റാണ്, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് എപ്പോഴും തെളിയിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതെന്തായാലും തിരികെ കയറും എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. ഓരോ ട്രേഡും എന്റെ ഈഗോയുടെ ഒരു പരീക്ഷണമായിരുന്നു. തോറ്റാൽ ആ തോൽവി ഞാൻ സമ്മതിക്കില്ല. ഈ വാശിയാണ് എന്നെ കൊണ്ട് പല പല വലിയ വലിയ കുഴികളിൽ ചാടിച്ചത്. ഒരിക്കൽ സംഭവിച്ചത്, ട്രേഡ് എടുത്ത ശേഷം ആദ്യത്തെ കുറച്ചു നേരം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി. സ്ക്രീനിൽ പച്ച നിറത്തിൽ ചെറിയ ലാഭങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എന്റെ ഈഗോ ഉള്ളിലിരുന്ന് അങ്ങനെ ചിരിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ വഴിക്ക് ട്രേഡ് പോകുന്നുണ്ട്. പക്ഷേ അധിക നേരം സന്തോഷം നീണ്ടില്ല. മാർക്കറ്റ് പെട്ടെന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. എന്റെ ലാഭം മാഞ്ഞു, അക്കൗണ്ട് ചുവപ്പായി. സാധാരണഗതിയിൽ ഒരു ട്രേഡർ ആദ്യം ചെയ്യുക മുൻകൂട്ടി വെച്ച സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിപ്പോവുക എന്നതാണ്. എന്റെ സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല, കാരണം എന്റെ ഈഗോ അതിനെ സമ്മതിച്ചില്ല. എന്റെ ഉള്ളിലെ ബുദ്ധിജീവി ഉണർന്നു. ഇല്ല, ചെറിയൊരു കറക്ഷൻ മാത്രമാണ്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അനാലിസിസ് തെറ്റാൻ ഒരു സാധ്യതയുമില്ല. കൂടുതൽ വാങ്ങാനുള്ള അവസരമാണ്, ആവറേജ് ചെയ്യുക. കുറയും തോറും ഞാൻ വാങ്ങിക്കൂട്ടി. ഓരോ തവണ വാങ്ങുമ്പോഴും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, തിരികെ കയറും, എന്റെ ലാഭം ഇരട്ടിയാകും, 3 ഇരട്ടിയാകും എന്നൊക്കെ. മണിക്കൂറുകൾ പറന്നുപോയി. സ്ക്രീനിലെ ചുവന്ന അക്കങ്ങൾ വലുതായിക്കൊണ്ടിരുന്നു. നെഞ്ചിടിപ്പ് കൂടി, വല്ലാത്തൊരു പേടി എന്നെ വിഴുകാൻ തുടങ്ങി. എന്നിട്ടും എന്റെ ഈഗോ പിറുപിറുത്തു. തോൽവി സമ്മതിക്കരുത്, തീർച്ചയായിട്ടും തിരിച്ചു വരും, നീയാണ് ശരി. ഒരു പോയിന്റിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വരെ തുടങ്ങി. അതൊരു ട്രേഡറുടെ ലക്ഷണമല്ല, ഒരു ചൂതാട്ടക്കാരന്റെ അവസാന അത്താണിയാണ്. ഒടുവിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായപ്പോൾ എന്റെ നഷ്ടം 5 ലക്ഷം രൂപയോളം കടന്നിരുന്നു. എന്റെ ട്രേഡിംഗ് അക്കൗണ്ടിലെ വലിയൊരു ഭാഗം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ആ ട്രേഡ് ക്ലോസ് ചെയ്തു. സ്ക്രീനിലേക്ക് നോക്കി നിർവികാരനായിട്ട് ഞാൻ കുറെ നേരം ഇരുന്നു. ആ നിമിഷം എനിക്ക് മനസ്സിലായി, എന്നെ തോൽപ്പിച്ചത് മാർക്കറ്റ് അല്ല, എന്റെ അനാലിസിസിലെ പിഴവുമല്ല. എന്നെ തോൽപ്പിച്ചത് എന്റെ സ്വന്തം ഈഗോയാണ്. ഞാൻ ശരിയായിരിക്കണം എന്ന ഒരൊറ്റ വാശി. ആ ഒരു നഷ്ടം എന്റെ ബാങ്ക് അക്കൗണ്ടിനെ മാത്രമല്ല, എന്റെ ആത്മവിശ്വാസത്തെയും തകർന്നു. ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. തലയ്ക്കകത്തൊറ്റ ചോദ്യം മാത്രം, എനിക്ക് എവിടെയാണ് പിഴച്ചത്, ഇനി ഞാൻ എങ്ങനെ മാർക്കറ്റിൽ നിലനിൽക്കും. ആ വലിയ നഷ്ടത്തിന് ശേഷമുള്ള ദിവസങ്ങൾ ശരിക്കും ഭീകരമായിരുന്നു. ട്രേഡിംഗ് ചാർട്ട് തുറക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. ഞാൻ എന്നെ തന്നെ സംശയിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഈ പണി എനിക്ക് പറ്റിയതല്ലെങ്കിലും എല്ലാം നിർത്തി പോകണോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളും ഒരു ഡിപ്രഷനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ യാദൃശ്ചികമായിട്ട് മാർക്ക് ഡഗ്ലസിന്റെ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന പുസ്തകം കാണുന്നത്. അതിലെ ഒരൊറ്റ ആശയം എന്നെ വല്ലാതെ പിടിച്ചു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മികച്ച ട്രേഡർമാർ എപ്പോഴും ശരിയായിരിക്കാൻ നോക്കുന്നവരല്ല, മറിച്ച് തങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ എത്ര പെട്ടെന്ന് അത് അംഗീകരിച്ച് ചെറിയ നഷ്ടത്തിൽ പുറത്തു കടക്കാൻ കഴിയുന്നവരാണ് എന്നുള്ളതിലാണ്. അതൊരു ഇടിമിന്നൽ പോലെ എന്നെ വല്ലാതെ ഉലച്ചു.
വിജയിക്കുന്ന ട്രേഡർമാർക്ക് 40% സമയം മാത്രം ശരിയായിരുന്നാൽ പോലും ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കി. റിസ്ക് മാനേജ്മെന്റിലൂടെ അവർ ട്രേഡ് എടുക്കുമ്പോൾ 1 രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറായെങ്കിൽ കുറഞ്ഞത് 3 രൂപയെങ്കിലും ലാഭം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ആ കളിക്ക് അവർ നിൽക്കാറുള്ളൂ. 10 ട്രേഡിൽ 6 നഷ്ടമായാലും 4 ലാഭമായാൽ അവസാനം അവർ 6 രൂപ ലാഭത്തിലായിരിക്കും. എന്റെ പ്രശ്നം അതായിരുന്നു. എന്റെ അനാലിസിസ് ശരിയായല്ലോ എന്നോർത്ത് 1 രൂപ ലാഭത്തിൽ സന്തോഷിച്ചു. പക്ഷെ നഷ്ടം വരുമ്പോൾ തോൽവി സമ്മതിക്കാൻ വയ്യാത്തത് കൊണ്ട് 5ഉം 10ഉം രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറുമായിരുന്നു. ഞാൻ ചിന്തിച്ചു തുടങ്ങി, ബിസിനസ്സുകാരൻ എങ്ങനെയാണ് ചിന്തിക്കുക? ഒരു പലചരക്കടക്കാരൻ വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഒരേ ലാഭത്തിലാണോ വിൽക്കുന്നത്? അല്ല, ചിലത് വാങ്ങിയ വിലയ്ക്ക് കൊടുക്കേണ്ടി വരും, ചിലത് ചീത്തയായി പോയിട്ട് നഷ്ടത്തിൽ ഒഴിവാക്കേണ്ടി വരും. പക്ഷെ മാസാവസാനം കണക്കെടുക്കുമ്പോൾ അയാൾ ലാഭത്തിലായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഓരോ ഉൽപ്പന്നത്തോടും ഒരു പ്രത്യേക സ്നേഹമൊന്നുമില്ല. അതൊരു ബിസിനസ് മാത്രമാണ്. മൊത്തത്തിൽ അയാൾ ലാഭത്തിൽ എത്തുന്നുണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. ബുദ്ധിജീവി ട്രേഡർ അല്ല, എനിക്ക് മാർക്കറ്റിനെ പ്രവചിക്കേണ്ട, മാർക്കറ്റിനോട് ജയിക്കുകയും വേണ്ട, എനിക്ക് പണം ഉണ്ടാക്കണം. അത് ഞാനൊരു ബിസിനസ്സുകാരൻ ട്രേഡർ ആകാൻ തീരുമാനിച്ചു. ട്രേഡിങ്ങിനെ എന്റെ ഈഗോയുടെ പരീക്ഷണശാലയായി കാണുന്നത് നിർത്തി അതിനെ എന്റെ ബിസിനസ് ആയിട്ട് കാണാൻ ഞാൻ തീരുമാനിച്ചു. ഓരോ നഷ്ടവും എന്റെ കഴിവുകേടല്ല, എന്റെ ബിസിനസ്സിലെ ഒരു ചെലവ് മാത്രമാണെന്ന് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചു. ആ ഒരു തിരിച്ചറിവായിരുന്നു എന്റെ ട്രേഡിംഗ് ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഒരു ബിസിനസ്സുകാരൻ ട്രേഡറായിട്ട് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് അടുത്തായിട്ട് നോക്കാം. തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എന്റെ ട്രേഡിംഗ് രീതി അടിമുടി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ബിസിനസ്സുകാരൻ തന്റെ കടയ്ക്ക് നിയമങ്ങളും ചിട്ടകളും ഉണ്ടാക്കുന്നത് പോലെ ഞാൻ എന്റെ ട്രേഡിങ്ങിന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവന്നു. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം ഇതായിരുന്നു: സ്റ്റോപ്പ് ലോസ് ആണ് എന്റെ ദൈവം. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എവിടെയാണ് ഞാൻ തെറ്റുപറ്റിയതെന്ന് സമ്മതിക്കേണ്ടി വരുന്നതെന്ന് ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു. ആ വിലയിൽ പുറത്തു പോകും. ആ ചെറിയ നഷ്ടം അതെന്റെ ബിസിനസ്സിലെ ഒരു ചെലവ് മാത്രമാണ്, അല്ലാതെ എന്റെ ഈഗോയുടെ ഒരു മുറിവല്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് തീരുമാനിച്ചു. രണ്ടാമത്തെ മാറ്റം റിസ്ക് റിവാർഡ് അനുപാതത്തിൽ ശ്രദ്ധിച്ചു എന്നതാണ്. മുൻപ് എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഏത് ട്രേഡിലും ഞാൻ ചാടി വീഴുമായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറാവുന്ന തുകയുടെ ഇരട്ടിയെങ്കിലും ലാഭം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒറ്റ ട്രേഡും ഞാൻ എടുക്കില്ല എന്ന് ഉറപ്പിച്ചു. ഇത് ഞാൻ ചെയ്യുന്ന ട്രേഡുകളുടെ എണ്ണം കുറച്ചു, പക്ഷെ ക്വാളിറ്റി കൂടി. മൂന്നാമത്തെയായിട്ട് ഞാൻ പൊസിഷൻ സൈസിംഗിൽ ശ്രദ്ധിച്ചു. മുൻപ് നല്ല കോൺഫിഡൻസ് ഉള്ള ട്രേഡിൽ ഞാൻ അക്കൗണ്ടിന്റെ വലിയൊരു ശതമാനം ഇറക്കുമായിരുന്നു. എന്നാൽ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഓരോ ട്രേഡിലും എന്റെ മൊത്തം ക്യാപിറ്റലിന്റെ 1-2% കൂടുതൽ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് 5-6 ട്രേഡുകൾ നഷ്ടമായാൽ പോലും എന്റെ അക്കൗണ്ടിന് കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കാനും അടുത്ത അവസരത്തിനായിട്ട് കാത്തിരിക്കാനും കഴിയും. നാലാമതായിട്ട് ഞാനൊരു ട്രേഡിംഗ് ജേർണൽ എഴുതാൻ തുടങ്ങി. ഓരോ ട്രേഡിന്റെയും അവസാനം നഷ്ടം മാത്രമല്ല, എന്തിനാണ് ആ ട്രേഡ് എടുത്തത്, അപ്പോൾ എന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു, ഞാൻ എന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചോ, ഇവയെല്ലാം അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു. ഇതൊരു കണ്ണാടി പോലെയായിരുന്നു. എന്റെ തെറ്റുകൾ എവിടെയാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എപ്പോഴാണ് ഞാൻ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് സ്വയം തീരുമാനമെടുക്കുന്നതെന്ന് തിരിച്ചറിയാനും ഭാവിയിൽ അത് ഒഴിവാക്കാനും എനിക്ക് സാധിച്ചു. ഈ മാറ്റങ്ങൾ എന്റെ റിസൾട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എല്ലാ ട്രേഡിലും ജയിക്കാൻ തുടങ്ങിയോ? ഇല്ല, ഒരിക്കലുമില്ല. എപ്പോഴും എന്റെ പകുതിയോളം ട്രേഡുകൾ നഷ്ടത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. പക്ഷേ വ്യത്യാസം ഇതാണ്: എന്റെ നഷ്ടങ്ങൾ വളരെ ചെറുതും ലാഭങ്ങൾ വലുതുമാണ്. ഞാൻ മാർക്കറ്റിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തി പകരം മാർക്കറ്റിന്റെ ഒഴുക്കിനൊപ്പം നീന്താൻ പഠിച്ചു. ഞാൻ ശരിയാവണം എന്ന വാശി ഉപേക്ഷിച്ചു, പകരം ലാഭം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിച്ചു. ആ 5 ലക്ഷം രൂപയുടെ നഷ്ടം വലിയൊരു വിലയായിരുന്നു. പക്ഷെ എന്റെ ട്രേഡിംഗ് കരിയറിലെ ഏറ്റവും മൂല്യമുള്ള പാഠം അത് തന്നെയായിരുന്നു. അവസാനമായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? 3 പ്രധാന കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ട്രേഡിംഗിലെ ഏറ്റവും വലിയ ശത്രു മാർക്കറ്റല്ല, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈഗോയാണ്. ഞാൻ ശരിയാകണമെന്ന വാശി നിങ്ങളെ കൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കും. തോൽവി അംഗീകരിക്കാൻ പഠിക്കുക. ചെറിയ നഷ്ടം സമ്മതിക്കുന്നത് കുറച്ചിലല്ല, അതൊരു സ്മാർട്ട് ട്രേഡറുടെ ലക്ഷണമാണ്. ട്രേഡിംഗ് എന്നത് ശരിയും തെറ്റുമല്ല, അതൊരു സാധ്യതകളുടെ കളിയാണ്. ഒരു കാസിനോ ഉടമയെ പോലെ ചിന്തിക്കുക. ഓരോ കളിയിലും ആര് ജയിക്കുന്നു എന്നതിലല്ല, ദിവസം തീരുമ്പോൾ ആര് ലാഭത്തിലാകുന്നു എന്നുള്ളതാണ് കാര്യം. അതുപോലെ ഓരോ ട്രേഡിലും ജയിക്കാൻ നോക്കാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ട്രേഡിങ്ങിനെ ഒരു ഹോബിയോ അല്ലെങ്കിൽ ഒരു ചൂതാട്ടമോ ആയിട്ട് കാണാതെ ഒരു ബിസിനസ് ആയിട്ട് സമീപിക്കുക. ഒരു ബിസിനസ്സിന് കൃത്യമായ നിയമങ്ങളും റിസ്ക് മാനേജ്മെന്റും പ്ലാനും കണക്കുകളും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങും ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി അത് കൃത്യമായിട്ട് പാലിക്കുക. എന്റെ വലിയ നഷ്ടം എന്നെ പഠിപ്പിച്ചത് ഇതാണ്: ഒരു ബുദ്ധിജീവിയായിട്ട് മാർക്കറ്റിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ബിസിനസ്സുകാരനായിട്ട് മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് പണം ഉണ്ടാക്കുന്നത്. എനിക്ക് എന്റെ ഈഗോയെ മാറ്റി നിർത്താൻ കഴിഞ്ഞു. ഈ മാറ്റം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കും. ഈ അനുഭവം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ചും റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളുടെ ഈഗോ കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക, ബോക്സിൽ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും.
അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.